വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ കലാസായാഹ്നം സംഘടിപ്പിച്ചു. ദീർഘനാളായി നന്മ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം 26-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനും ധർണയ്ക്കും മുന്നോടിയായുള്ള പ്രചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനമാണ് നടന്നത്. കലാകാരന്മാരായിട്ടുള്ള ഞങ്ങൾ സംഘടിതരല്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും വേണ്ടത്ര ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാറ് പതിവില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്, വീണ്ടും ആവർത്തിക്കുന്നത്, ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ല. പക്ഷേ സംസ്ഥാനത്ത് ആകെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷത്തോളം വരുന്ന കലാകാരന്മാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല നന്മ എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ സമൂഹത്തിന്റെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആശയങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന പ്രചരണ പരിപാടികൾ എല്ലാം നടപ്പിലാക്കുന്നതിൽ സർക്കാരിനേക്കാൾ കൂടുതൽ പങ്ക് കലാകാരന്മാർ വഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കലാകാരന്മാരായ ഞങ്ങളെ ധാരാളം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പലപ്പോഴും ഇടതുപക്ഷം തന്നെയാണ്. കാരണം അവരുടെ ആശയങ്ങളും അവരുടെ പ്രചരണങ്ങളുമൊക്കെ കലയിലൂടെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമുക്കെല്ലാം അറിയാം, പണ്ട് കലാകാര ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കുക, പാവപ്പെട്ട കലാകാരന്മാർക്ക് നൽകുന്ന പെൻഷൻ 1600 രൂപയെന്നത് വർദ്ധിപ്പിക്കുക, ഈ പെൻഷനും ക്ഷേമനിധി പെൻഷനും തുല്യമാക്കുക, യഥാസമയം മസ്റ്ററിംഗ് നടത്താത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞുവെക്കുന്നത് ഒഴിവാക്കുക, 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വം നൽകാൻ ഒരു അവസരം കൂടി നൽകുക, രാത്രി 10 മണിക്ക് ശേഷമുള്ള മൈക്ക് നിരോധനത്തിന് ഇളവ് നൽകുക, സ്കൂളുകളിൽ കലാകാധ്യാപകരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം. മലപ്പുറം KSRTC പരിസരത്ത് നടന്ന പരിപാടി മജീഷ്യൻ RK മലയത്ത് ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ നേടിയെടുക്കാൻ കലാകാര സമൂഹം ഒന്നായി നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാജിക്കിലൂടെ കലാകാര സമൂഹത്തെ ബോധവൽക്കരിക്കുക കൂടി ചെയ്യുന്ന രീതിയിലായിരുന്നു മലയത്തിന്റെ പ്രഭാഷണം. ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ അരീക്കോട് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സജിത് പൂക്കോട്ടുംപാടം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഹനീഫ് രാജാജി, കൃഷ്ണകുമാർ വെന്നിയൂർ, ശ്രീമതി തവന്നൂർ, മലപ്പുറം മേഖലാ പ്രസിഡന്റ് ഉസ്മാൻ ഇരുമ്പുഴി എന്നിവർ പ്രസംഗിച്ചു. ഹമീദ് മഗരബിയുടെ നേതൃത്വത്തിലുള്ള ബാൻഡ് മേളവും ഷംസു പാണായുടെ മാജിക്കും ചേർന്ന മാജിക് ഫ്യൂഷൻ പരിപാടിക്ക് മിഴിവേകി. കൊച്ചു കലാകാരി ഹിഷ തറയിലും മാജിക് അവതരിപ്പിച്ചു. ജയരാജ് തണൽ, കൃഷ്ണകുമാർ കീഴ്ശ്ശേരി, ശോഭ തിരുവാലി, അമ്മു സുന്ദരൻ എന്നിവരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ശ്യാം പ്രസാദ് മഞ്ചേരി, അനിൽ രാമൻ, മണി പെരിന്തൽമണ്ണ, സി കുഞ്ഞു വണ്ടൂർ, രാമകൃഷ്ണൻ പെരിന്തൽമണ്ണ, ശശികുമാർ മഞ്ചേരി, നവാസ് തറയിൽ, ഫൈസൽ പറശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.